നമ്മളെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ 400 മീറ്റർ മാറിയിട്ട് ഹൈടെക് ഐ ഹോസ്പിറ്റൽ വന്നിട്ട് മക്കളെ നിങ്ങളെ കണ്ടുപരമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭ്യമാണ്. എന്തൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കുന്നില്ല? മെയിനായിട്ടും കൺസൾട്ടേഷന് പേഷ്യന്റ് ആദ്യം വരുമ്പോൾ നമ്മൾ വിഷൻ ടെസ്റ്റ് ചെയ്യും, പേഷ്യന്റിന്റെ കണ്ണിന്റെ പ്രഷർ നോക്കും, എല്ലാ പേഷ്യൻസിന്റെയും അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പേഷ്യന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിലും കാറ്ററാക്ട് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മരുന്നൊക്കെ ഒഴിച്ച് കണ്ണിന്റെ ഞരമ്പും കാര്യങ്ങളും റെറ്റിന എന്നാണ് പറയുക, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കാറ്ററാക്ടിന്റെ ആവശ്യാനുസരിച്ച് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. സർജറീസ് നടക്കുന്നത് ബുധനാഴ്ചകളിലാണ്, എല്ലാ ബുധനാഴ്ചകളിലും സർജറി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എല്ലാ പേഷ്യൻസിനും നമ്മൾ മരുന്നൊഴിച്ച് കണ്ണിന്റെ റെറ്റിന ടെസ്റ്റ് ചെയ്യും, സ്ക്രീനിങ് ചെയ്യും. അതിലെന്തെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ, അതായത് ഷുഗർ കണ്ണിനെ ബാധിക്കുന്ന, നരമ്പിനെ ബാധിക്കുന്ന പറയുന്ന പേരാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അങ്ങനെയുള്ള പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടി വരും. അതായത് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, കണ്ണിന്റെ ഉള്ളിൽ നരമ്പിലേക്ക് ഇഞ്ചക്ഷൻസ് വെക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ വ്യാഴാഴ്ചകളിലാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചും ഡോക്ടർ സുചിത്ര ഭട്ട് ഡോക്ടർ വരുന്നുണ്ട് വ്യാഴാഴ്ചകളിൽ. ഡോക്ടറാണ് റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഡോക്ടറാണ് കണ്ണിനുള്ളിൽ ഇഞ്ചക്ഷൻസ് വെക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അതായത് കണ്ണിന്റെ പ്രഷർ കൂടിയിട്ട് കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അതുള്ള പേഷ്യൻസ് ആണ് പ്രഷർ കൂടുതലായി കണ്ടാൽ നമ്മൾ അതിനുള്ള ബാക്കി ട്രീറ്റ്മെന്റ് എല്ലാം, ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യും. ട്രീറ്റ്മെന്റും ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും, HFA എന്ന് പറയാം, ഫീൽഡ് കണ്ണിന്റെ പെരിഫറൽ വിഷൻ അസസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഫീൽഡ് ടെസ്റ്റ്. അത് ചെയ്യുന്നുണ്ട്. അതുപോലെ മരുന്നൊഴിച്ച് കണ്ണിന്റെ റെറ്റിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ റെറ്റിനൽ സ്കാൻ ഉണ്ട്, ഗ്ലോക്കോമ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സ്കാൻ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പിന്നീട് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികള്, വലിയ ആള്, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും കാഴ്ച മങ്ങുക, കാഴ്ച ഇല്ലാതാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റി നല്ല കിട്ടിലും ഡോക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചെറിയ കുട്ടികൾ, അതായത് ഒരു 10 വയസ്സ് താഴെ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ മെയിനായിട്ട് അതിന്റെ ഒരു കാരണം റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയും. അതായത് നമ്മളെ കണ്ണട, അത് പലപ്പോഴും നമ്മള് കണ്ടെത്താൻ വൈകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അത് പറയാൻ അറിയില്ല. അപ്പൊ അത് മോസ്റ്റ്ലി കണ്ടെത്തുന്നത് സ്കൂളിലെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ അത് പുറകെ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ കാണുന്നില്ല, അപ്പൊ അവര് വേറെ കുട്ടീന്റെ നോട്ട് നോക്കി എഴുതും. അപ്പൊ അവര് ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ചാണ് അവര് ഇങ്ങോട്ടേക്ക് വിടുന്നത് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഇപ്പം കുറെയൊക്കെ കൂടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറവാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, സ്ക്രീൻ ടൈം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ സ്റ്റഡീസ് മുന്നേ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഫോൺ, ടാബ്, അപ്പൊ ഇങ്ങനെയുള്ള സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് അത് കുട്ടികളുടെ കാഴ്ചയെ അല്ലെങ്കിൽ കണ്ണിന്റെ സ്വാഭാവിക വളർച്ചയെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഡോക്ടർ, ഏറ്റവും കൂടുതൽ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഈ കാഴ്ച മങ്ങല്, കാഴ്ച ഇല്ലാതാവല്, അങ്ങനത്തെ ഒരു സിംറ്റംസ് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട്? അതെ, ഇതിപ്പോ നമുക്ക് ഡയബറ്റീസ് കണ്ണിന്റെ ഏത് പാർട്ടിന് വേണമെങ്കിലും എഫക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മെയിൻ ആയിട്ട് ഇത് എഫക്ട് ചെയ്യുന്നുള്ളത് കണ്ണിന്റെ റെറ്റിന. നമ്മൾ അതിന് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയുക. അപ്പൊ ഒരാൾക്ക് ഷുഗർ എന്ന് കണ്ടുപിടിച്ച ഉടനെ അവർ ഫസ്റ്റ് കണ്ണ് ചെക്കപ്പ് ചെയ്യണേ. അതിലിപ്പോ നമുക്ക് പല സ്റ്റേജുകൾ ഉണ്ട്. ഇപ്പൊ മൈൽഡ് സ്റ്റേജിൽ കണ്ണിന് റെറ്റിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്താൽ മതി. പക്ഷെ കുറച്ച് സിവിയർ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറഞ്ഞാൽ കണ്ണിൽ വേണ്ടാത്ത രക്തക്കുഴൽ വരുക. അത് അങ്ങനെ വിട്ടാൽ അത് പൊട്ടിയിട്ട് കണ്ണിന്റെ ഉള്ളിൽ ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വരുമ്പോഴാണ് കാഴ്ച പോവുക. അപ്പൊ അതിന് നമുക്ക് പല ടൈപ്പിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ലേസർ ചെയ്യാൻ പറ്റും, പിന്നെ കണ്ണിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഈ ലേസർ ഇഞ്ചക്ഷൻ ശരിയാവുന്നില്ലെങ്കിൽ നമുക്കത് ഓപ്പറേഷൻ ചെയ്യണേ. കണ്ണിന്റെ റെറ്റിനന്റെ ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച ശരിയാവും. പക്ഷെ ഇതിന്റെ മെയിൻ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വന്ന ഉടനെ എത്ര വേഗം കണ്ണ് ചെക്കപ്പ് ചെയ്യുന്നുള്ളത് അത്ര നല്ലതാണ്. റെഗുലർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പൊ എനിക്ക് കണ്ണിന് പ്രശ്നമില്ല, എനിക്കിപ്പോ കാഴ്ച ശരിയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡയബറ്റീസ് വന്ന ഉടനെ കണ്ണ് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എത്ര വേഗം അതിന് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ അത്ര വേഗം കാഴ്ച പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും. ഇനി ഐ ടെസ്റ്റും ഡോക്ടർ കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്ത പേജ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ചേട്ടാ, ഇത് നമ്മൾ മട്ടന്നൂർ വായന്തോട് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ LIC ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡോക്ടർ ബട്ട്സ് നേത്രജ്യോതി ഹോസ്പിറ്റൽ.